പ്രിയപ്പെട്ടവരെല്ലാവർക്കും നമസ്കാരം. നമുക്ക് INR കുറിച്ച് പഠിക്കാം. PT-INR, പ്രോത്രോംബിൻ ടൈം പ്ലസ് INR എന്ന ടെസ്റ്റ് ലാബിലൊക്കെ സാധാരണയായിട്ട് വരുന്ന ടെസ്റ്റാണ്. ഇത് ഒരു കൊയാഗുലേഷൻ പ്രൊഫൈലിൻ്റെ ഭാഗമായിട്ട് കൂടെയുള്ള ടെസ്റ്റാണ്. എന്തിനാണ് PT-യോടൊപ്പം INR കൊടുത്തിരിക്കുന്നത്? അതിൻ്റെ ഉദ്ദേശം, PT എന്ന ടെസ്റ്റ് നമ്മുടെ നാട്ടിൽ ചെയ്യുന്നത് പോലെയല്ല മറ്റൊരു സ്ഥലത്ത് ചെയ്യുന്നത്, മറ്റൊരു സ്റ്റേറ്റിൽ ചെയ്യുന്നത് തികച്ചും വ്യത്യസ്തമായിരിക്കും. മറ്റൊരു കൺട്രിയിൽ അങ്ങനെയല്ല. അതിൻ്റെ മെഷീൻസ് ആണെങ്കിലും അതിൻ്റെ മെത്തേഡ്സ് ആണെങ്കിലും ഒക്കെ ടോട്ടലി ഡിഫറെൻ്റ് ആയിരിക്കും മറ്റൊരിടവും നമ്മുടെ ഇടവും ഒക്കെ തമ്മിൽ. അങ്ങനെ വരുമ്പോൾ PT ടെസ്റ്റിന് ഒരു ആഗോളതലത്തിൽ ഒരു സ്റ്റാൻഡേർഡൈസ്ഡ് ഫോം കൊണ്ടുവരാൻ വേണ്ടിയാണ് INR കൊടുത്തിരിക്കുന്നത്. അപ്പോൾ INRൻ്റെ വാല്യൂ കൂടെ നമ്മൾ റിസൾട്ടിൽ ഉൾപ്പെടുന്ന സമയത്ത് ലോകത്ത് എവിടെ വെച്ച് ആ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലും അതിൻ്റെ വാല്യൂ തമ്മിൽ മനസ്സിലാക്കുന്നതിൽ ഒരു കോമൺ ഫോം ആയതുകൊണ്ട് തന്നെ എളുപ്പമായിരിക്കും. INR എന്ന് പറയുന്നത് യൂണിവേഴ്സലി സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ഫോമാണ്. ഒരു യൂണിവേഴ്സലി ആക്യുറസി ഈ ടെസ്റ്റിന് ലഭിക്കും എന്നുള്ളതാണ് പ്രത്യേകത. PT ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ INR ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഫോർമുലയൊക്കെ ഉണ്ട്. അത് എല്ലാവർക്കും അറിയാവുന്നതാണ്. അത് മറ്റൊരു വീഡിയോയിൽ നമുക്ക് പറയാം. നമ്മുടെ ശരീരത്തിൽ ബ്ലഡ് ക്ലോട്ട് ആവുന്നത് ഭയങ്കരമായ ഒരു കോംപ്ലക്സ് പ്രോസസ്സിൻ്റെ ഭാഗമായിട്ടാണ്. അതിൽ പ്ലേറ്റ്ലെറ്റിന് അതിൻ്റെ പങ്കുണ്ട്, കാൽഷ്യം പോലുള്ള മൈക്രോ എലമെൻസിനും പങ്കുണ്ട്, അതുപോലെ തന്നെ നിരവധി ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് ഉണ്ട്. അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുടെ ഒന്നിച്ചുള്ള പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ ശരീരത്തിൽ ബ്ലഡ് ക്ലോട്ട് ആവുന്നത്. അത് ആവശ്യത്തിനാണെങ്കിലും അനാവശ്യത്തിനാണെങ്കിലും. ഒരു മുറിവുണ്ടായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ബ്ലഡ് ക്ലോട്ടായാൽ മാത്രമേ അവിടെ ബ്ലീഡിങ് നിൽക്കുള്ളൂ. എന്നാൽ നമ്മുടെ ശരീരത്തിൽ അനാവശ്യമായിട്ട് ബ്ലഡ് ക്ലോട്ട് ആയി കഴിഞ്ഞാൽ അത് അപകടകരമായിട്ടുള്ള അവസ്ഥ കൂടിയാണ്. PT ടെസ്റ്റ് നിരവധി സന്ദർഭങ്ങളിൽ ലാബിലേക്ക് വരാറുണ്ട്. ഈവൻ പാമ്പ് കടിയേറ്റ് കഴിഞ്ഞാൽ ഉള്ള ചികിത്സ മുതൽ ബ്ലീഡിങ്ങുമായി ബന്ധപ്പെട്ട് നിരവധിയായ സന്ദർഭങ്ങളിൽ ഈ ടെസ്റ്റ് ഡോക്ടർമാർ നിർദ്ദേശിക്കാറുണ്ട്. അതേസമയം നമ്മൾ ഈ വീഡിയോ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് INR കുറിച്ചാണ്. INR ടെസ്റ്റ് പൊതുവേ ലാബുകളിൽ വരാറുള്ളത് പ്രത്യേകിച്ച് ഏതെങ്കിലും വലിയ സർജറി കഴിഞ്ഞിട്ടുള്ള പേഷ്യൻസ്, ഹാർട്ട് സർജറി പോലുള്ള സർജറികൾ ഫിനിഷ് ആയിട്ടുള്ള പേഷ്യൻസ്, ബ്ലീഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രോബ്ലംസ് ഉള്ള ജനറ്റിക്കലായിട്ടുള്ള ചില അസുഖങ്ങളുള്ള അങ്ങനെയുള്ള ചില പേഷ്യൻസിനൊക്കെ ഡോക്ടർമാർ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഒരു പ്രത്യേക ഇടവേളകളിൽ നിർദ്ദേശിക്കുന്ന ഒരു ടെസ്റ്റ് കൂടിയാണ് PT പ്ലസ് INR. അവിടെ INRന് പ്രത്യേകമായിട്ടുള്ളൊരു റോളുണ്ട്. ഉദാഹരണമായിട്ട് ഒരു മേജർ സർജറി കഴിഞ്ഞ പേഷ്യൻ്റ് ആണെങ്കിൽ അവരുടെ ബ്ലഡ് എല്ലാ വെയിനിലൂടെയും കൃത്യമായിട്ട് ഒഴുകാനുള്ള ഒരു അവസരം ഉണ്ടാക്കണം. ക്ലോട്ടാവാൻ ഇടവന്നു കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാണ്. പ്രത്യേകിച്ച് ഹാർട്ട് സർജറിയൊക്കെ കഴിഞ്ഞ പേഷ്യൻസിന്, ബൈപ്പാസ് ഒക്കെ കഴിഞ്ഞ പേഷ്യൻസിന് സംഭവിക്കാവുന്ന ഒരു കാര്യമാണ്. അങ്ങനെയുള്ള പേഷ്യൻസിന് വാർഫാറിൻ തെറാപ്പി എന്ന് പറയുന്നൊരു തെറാപ്പി ഡോക്ടർമാർ നിർദ്ദേശിക്കുന്നു. വാർഫാറിൻ തെറാപ്പി എന്ന് പറയുന്നത് സർജറിക്ക് ശേഷം അല്ലെങ്കിൽ ഈ ട്രീറ്റ്മെൻറ്റിൽ നിൽക്കുന്ന പേഷ്യൻറ്റിന് ബ്ലഡ് കുറെ കൂടി ഡയല്യൂട്ടഡ് ആയിട്ട് വെയിനിലൂടെ കടന്നു പോകുന്നതിനുള്ള അവസ്ഥ ഉണ്ടാക്കുക. ബ്ലഡ് പെട്ടെന്ന് ക്ലോട്ട് ആവാത്ത രൂപത്തിൽ എല്ലാ വെയിനിലൂടെയും ഈസി ആയിട്ട് കടന്നു പോകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റാണ് വാർഫാറിൻ തെറാപ്പി എന്നത്. വാർഫാറിൻ മെഡിസിൻ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുന്ന നിരവധി ആളുകൾ നമ്മുടെ ഓരോ പ്രദേശത്തുമുണ്ട്. അവരുടെ ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഒരു നിശ്ചിത ഇൻ്റർവെല്ലിൽ PT പ്ലസ് INR നിർബന്ധമായിട്ടും ചെയ്യേണ്ടതുണ്ട്. ആ INR 2-ൻ്റെയും 3-ൻ്റെയും ഇടയിലായിട്ട് ഡോക്ടർമാർ പലപ്പോഴും സെറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇതൊരു ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഇത് മാറ്റപ്പെടുന്നുണ്ടോ, കുറയുന്നുണ്ടോ, കൂടുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ലാബുകളിലേക്ക് INR ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പേഷ്യൻസ് വരാറുണ്ട്. പേഷ്യൻസിനും INR കുറിച്ച് നല്ല ബോധം ഉണ്ടായിരിക്കും എന്നുള്ളതാണ് പ്രത്യേകത. 2.3, 2.6, 2.5 ഒക്കെ നോർമലി സെറ്റ് ചെയ്യുന്ന INR വാല്യൂസാണ്. PT കൊയാഗുലേഷൻ പ്രോസസ്സിൻ്റെ ഭാഗമായിട്ട് 3 പാത്ത് വേസ് ഉണ്ട്. അത് ഇൻട്രൻസിക് പാത്ത് വേ, എക്സ്ട്രൻസിക് പാത്ത് വേ ആൻഡ് കോമൺ പാത്ത് വേ. ഇതിൽ PT ടെസ്റ്റ്, പ്രോത്രോംബിൻ ടൈം ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എക്സ്ട്രൻസിക് പാത്ത് വേയും അതുപോലെ തന്നെ കോമൺ പാത്ത് വേയിലെയും ഏതെങ്കിലും ഒരു ഡിഫക്റ്റ് കണ്ടെത്താൻ കഴിയും എന്നുള്ളതാണ് പ്രത്യേകത. ഈ പാത്ത് വേയിൽ നിരവധി രോഗങ്ങളുണ്ട്. ജനറ്റിക്കലായിട്ടുള്ള ചില അസുഖങ്ങളുണ്ട്, DIC പോലുള്ള അസുഖങ്ങൾ, ഇതുപോലുള്ള അസുഖങ്ങളൊക്കെ നമുക്ക് ഈ ക്ലോട്ടിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള അസുഖങ്ങളിലേക്ക് എളുപ്പത്തിൽ എത്താൻ കഴിയുന്ന ഒരു പ്രോഗ്നോസ്റ്റിക് ഇൻവെസ്റ്റിഗേഷൻ കൂടിയാണ് PT എന്ന് പറയുന്നത്. ചില ക്ലോട്ടിംഗ് ഫാക്ടേഴ്സിൻ്റെ ഡിഫക്റ്റ് പ്രധാനമായിട്ട് തിരിച്ചറിയാൻ കഴിയും. അത് ഫാക്ടർ 1, 2, 5, 7, 10 എന്നിവയാണ്. പിന്നെ പ്രധാനമായിട്ടും ഇത് ചെയ്യുന്നത് ആർട്ടീരിയൽ ഫൈബ്രിലേഷൻ,
ഡീപ്പ് വെയിൻ ത്രോംബോസിസ്, അതേപോലെ പൾമണറി എംബോളിസം, മറ്റ് ക്ലോട്ടിംഗ് ഡിസോർഡേഴ്സ്. INR പ്രധാനമായിട്ട് യൂസ് ചെയ്യുന്നത് വാർഫാറിൻ തെറാപ്പി നിരീക്ഷിക്കാൻ വേണ്ടി, മോണിറ്റൈസ് ചെയ്യാൻ വേണ്ടി. അതേപോലെ ലിവർ ഡിസീസ് ഉള്ള ആളുകൾക്ക് INR ചെക്ക് ചെയ്യാറുണ്ട്. വിറ്റാമിൻ കെ ഡെഫിഷ്യൻസിയുമായിട്ട് ബന്ധപ്പെട്ട് INR ചെക്ക് ചെയ്യാറുണ്ട്. വീഡിയോയുടെ അവസാന ഭാഗത്തായിട്ട് പറയാനുള്ളത് INR ടെസ്റ്റ്, PT-INR ടെസ്റ്റ് ചെയ്യുന്ന പേഷ്യൻസിന് വേണ്ടി ലാബുകളിൽ ഒരു രജിസ്റ്റർ സൂക്ഷിക്കേണ്ടതുണ്ട്. അത് NABLന്റെ നിർദ്ദേശവും WHO പോലുള്ള സംഘടനകളുടെ നിർദ്ദേശവും അതുമായിട്ട് ബന്ധപ്പെട്ടുണ്ട്. പ്രത്യേകിച്ച് PT-INR മാത്രമല്ല, ചില ടെസ്റ്റുകൾക്ക് കൂടെ ഉണ്ട്. PT-INR നിരന്തരമായിട്ട് ചെയ്യുന്ന പേഷ്യൻസിൻ്റെ റെക്കോർഡ് ബുക്ക്, അവരുടെ പേര് വിവരങ്ങൾ, അവരുടെ ഹോസ്പിറ്റൽ ID, അവർക്ക് ഓരോ പ്രാവശ്യവും കിട്ടിയിട്ടുള്ള വാല്യൂസ്, അവരുടെ ക്ലിനിക്കൽ ഹിസ്റ്ററി ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടൊരു രജിസ്റ്റർ നമ്മൾ ലാബിൽ തയ്യാറാക്കേണ്ടതുണ്ട്. അത് നിങ്ങൾക്ക് ഇലക്ട്രോണിക് ഡിവൈസസിലേക്ക് സേവ് ചെയ്യുന്ന രൂപത്തിലും ചെയ്യാം, അതല്ല മാനുവൽ രജിസ്റ്റർ ആയിട്ടും ചെയ്യാം. മാനുവൽ രജിസ്റ്റർ ആയിട്ട് ചെയ്യുന്നതും കുറെ കൂടി നല്ലതാണ്. നന്ദി, നമസ്കാരം.